വിവിയ മരിയവിനു. ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. 1974 മുതൽ ജൂൺ 5-ന് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ ലോക ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ഓരോ വർഷവും ജൂൺ 5-ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചാണ്. കാലാവസ്ഥ മാറ്റവും, ഋതുക്കളിലെ വ്യത്യാസവും, ഓസോൺ പാളികളിലെ വിള്ളലും, വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയും, ഇതെല്ലാം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? നാം നമ്മുടെ മാതാവായ ഭൂമിയെ മറന്നു. സകലതിനും ജീവനേകുന്ന പരിസ്ഥിതിയെ നാം നശിപ്പിച്ചു. കാവും പുഴയും മണ്ണും എല്ലാം മനുഷ്യൻ നശിപ്പിച്ചു. എന്തിനേറെ പറയുന്ന, നാം നമ്മുടെ അന്തരീക്ഷ വായു പോലും മലിനപ്പെടുത്തി. നാം ഓർക്കേണ്ട ഒന്നുണ്ട്, പ്ലാസ്റ്റിക്കിന് 400 വർഷത്തെ ആയുസ്സുണ്ട്. നാം പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ മണ്ണിൻ്റെ വായുസഞ്ചാരം കുറയുന്നു. അതുകൊണ്ട് ചെടികളും സൂക്ഷ്മജീവികളും നശിക്കുന്നു. വ്യവസായശാലകളിലെ രാസവസ്തുക്കൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് പുഴയുടെ ജലം മലിനപ്പെടുത്തി. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഇതെല്ലാം അന്തരീക്ഷത്തിൽ വർദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ താപനിലയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. മരം ഒരു വര എന്ന വാക്കുപോലും മനുഷ്യർ മറന്നുപോയി. നമ്മുടെ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. വരും തലമുറ നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട പരിസ്ഥിതി നിങ്ങൾ എന്തിനു നശിപ്പിച്ചു? നാം എന്തുത്തരം നൽകും? പരിസ്ഥിതിയെ നശിപ്പിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് നമുക്ക് മാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ വ്യവസ്ഥ സ്ഥലം കൂടിയാണ്. വേണ്ടാത്തത് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണിനെ നശിപ്പിച്ചപ്പോൾ പെരുകിയത് രോഗങ്ങൾ മാത്രം. രോഗങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല ബാധിച്ചത്, മനുഷ്യർക്കും കൂടിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കുള്ള വിഭവം ഈ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ അത്യാഗ്രഹത്തിനുള്ള വിഭവം ഈ ഭൂമിയിലില്ല. നമ്മുടെ മുൻ രാഷ്ട്രപതിയായ കുട്ടികളുടെ സ്നേഹിതനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരത്തിന് ആരും അവധി പ്രഖ്യാപിക്കരുത്, പകരം നിങ്ങളൊരു മരം നടണം. ഇപ്പോൾ നമ്മൾ മഹാമാരിയായ കൊറോണ വൈറസിൻ്റെ വീര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, പരിസ്ഥിതിയെ സംരക്ഷിക്കണം, സ്നേഹിക്കണം. വരും തലമുറയ്ക്ക് വേണ്ടി. നന്ദി, നമസ്കാരം.